ലേവ്യ പുസ്തകം അധ്യായം 2. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആരെങ്കിലും കർത്താവിന് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ കാഴ്ച വസ്തു നേരിയ മാവ് ആയിരിക്കണം. അവൻ അതിൽ എണ്ണ ഒഴിച്ചു കുന്തുരുക്കവും ഇടണം. അഹരോന്റെ പുത്രനായ പുരോഹിതന്റെ അടുക്കൽ അത് കൊണ്ടുവരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തുരുക്കവും മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് നിവേദ്യവാസനയായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗം. എന്നാൽ ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഉള്ളതാകുന്നു. കർത്താവിനുള്ള കാഴ്ചകളിൽ ഇത് അതിവിശുദ്ധമത്രേ. അടുപ്പിന്മേൽ വച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നു എങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. നിന്റെ വഴിപാട് പാത്രത്തിൽ ചുട്ട ഭോജനയാഗം ആകുന്നു എങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ടായിരിക്കണം. അത് കഷ്ണം കഷണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം. അത് ഭോജനയാഗം. നിന്റെ വഴിപാട് ഉരുളിയിൽ ഉണ്ടാക്കിയ ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കണം. ഇവ കൊണ്ടുണ്ടാക്കിയ ഭോജനയാഗം നീ കർത്താവിന് അർപ്പിക്കണം. അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുകയും അയാൾ അത് യാഗപീഠത്തിങ്കൽ കൊണ്ടുപോവുകയും വേണം. പുരോഹിതൻ ഭോജനയാഗത്തിന്റെ ഓർമ്മയ്ക്കുള്ള അംശം എടുത്ത് യാഗപീഠത്തിന്മേൽ ദൈവത്തിന് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം. ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഉള്ളതാണ്. അത് കർത്താവിന് ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം. നിങ്ങൾ കർത്താവിന് അർപ്പിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പു ചേർത്തതായിരിക്കരുത്. പുളിമാവോ തേനോ കർത്താവിന് ദഹനയാഗമായി അർപ്പിക്കരുത്. അവ ആദ്യഫലങ്ങളുടെ കാഴ്ചയായി കർത്താവിന് അർപ്പിക്കാം. എങ്കിലും സൗരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അത് അർപ്പിക്കരുത്. നിന്റെ ഭോജനയാഗത്തിനു ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതായിരിക്കരുത്. എല്ലാ കാഴ്ചയർപ്പണത്തിനും ഉപ്പ് ചേർക്കണം. നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗം കർത്താവിന് കഴിക്കുന്നുവെങ്കിൽ കതിർ ചുട്ടു വീണ മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം. അതിന്മേൽ എണ്ണയും കുന്തുരുക്കവും ചേർക്കണം. അത് ഒരു ഭോജനയാഗമാകുന്നു. ഉതിർത്ത മണിയിലും എണ്ണയിലും അല്പവും കുന്തുരുക്കം മുഴുവനും പുരോഹിതൻ ഓർമ്മയ്ക്കായി ദഹിപ്പിക്കണം. അത് കർത്താവിന് ദഹനയാഗമാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.